പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ഞങ്ങളോടുകൂടെ മിശിഹായ പ്രിയ സഹോദരരെ, ഇന്ന് തിരുസഭ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ രാജ്ഞിത്വം മാതാവ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അവരോധിക്കപ്പെട്ടു എന്നത് ഓർമ്മയാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുക. മാതാവ് നമ്മുടെ രാജ്ഞിയും മാതാവും ആകുന്നത് യേശുവിൻ്റെ അമ്മയും ദൈവത്തിൻ്റെ അമ്മയും ആയതുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. മാതാവിൻ്റെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങയുടെ ഇഷ്ടമെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതികളോട് പൂർണ്ണമായിട്ടും ഐക്യപ്പെട്ടു. അതുകൊണ്ടാണ് മാതാവ് അമൃതവതിയാകുന്നതും മാതാവ് ദൈവത്തിൻ്റെ അമ്മയാകുന്നതും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടതും ഇപ്പോൾ അവിടെ രാജ്ഞിയായി അവരോധിക്കപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിത മാതൃക പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന തെറ്റുകളെ, ബലഹീനതകളെ, വീഴ്ചകളെ ഓർത്ത് മനസ്തപിച്ച് ദൈവത്തിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ ജീവിതബലിയിൽ നമുക്ക് ഭക്തിയോടെ പങ്കെടുക്കാം. ഇന്നത്തെ ജീവിതബലിയിൽ ജന്മദിനം ആഘോഷിക്കുന്ന നിയോൺ ജോസഫ് തേങ്ങാപ്പുരയ്ക്കിനെ പ്രത്യേകമാക്കാം. എല്ലാവിധ ആശംസകളും നേരാം. അതുപോലെ തന്നെ രോഗാവസ്ഥയിലായിരിക്കുന്ന മേരി ജോണിനെയും നമുക്ക് ഇന്നത്തെ ജീവിതബലിയിൽ പ്രത്യേകം അനുസ്മരിക്കാം. മിഷേൽ മേരി ഫെലിക്സ് ദൈവം നൽകിയ ദാനങ്ങൾക്ക് നന്ദി സൂചകമായ അർപ്പിക്കുന്ന ബലിയാണ്. എല്ലാവരെയും നമുക്ക് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെയോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരിച്ചാലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകയാൽ നിത്യകന്യായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശ്വസത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ പുത്രൻ്റെ മാതാവിനെ ഞങ്ങളുടെ അമ്മയും രാജ്ഞിയുമായി അങ്ങ് നിയോഗിച്ചുവല്ലോ. ഈ അമ്മയുടെ മാധ്യസ്ഥത്താൽ ശക്തരായി സ്വർഗരാജ്യത്തിൽ അങ്ങേ മക്കളുടെ മഹത്വം ഞങ്ങൾ പ്രാപിക്കുവാൻ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയോട് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു വഴി ഈ പ്രാർത്ഥന കൈക്കൊള്ളണമേ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്
അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു. അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവെക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു. അവൻ വഹിച്ചിരുന്ന നൂക്കവും അവൻ്റെ ചുമലിലെ ദണ്ഡും മർദ്ദകൻ്റെ വടിയും മിഥിയാന നാളിലെന്ന പോലെ അങ്ങ് തകർത്ത് കളഞ്ഞിരിക്കുന്നു. അട്ടഹാസത്തോടെ മുന്നേറുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ അഗ്നിയിൽ ദഹിക്കും. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മരണീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് സകല ജനതകളുടെ മേൽ വാഴുന്നു. അവിടുത്തെ മഹത്വം ആകാശത്തിനു മീതെ ഉയർന്നിരിക്കുന്നു. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് ദരിദ്രനെ പുഴയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അവരെ പ്രഭുക്കന്മാരോടൊപ്പം തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗാലിലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥതയായി. എന്താണ് ഈ അഭിവാദനത്തിന് അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, ഭയപ്പെടേണ്ട,
ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. മിശിഹായിൽ പ്രിയ സഹോദരരെ, കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷമായി കൊണ്ടാടി. 8 ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും മാതാവിനെ അനുസ്മരിക്കുന്നു. സ്വർഗത്തിലെത്തിയ മാതാവിനെ ലോകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും നമ്മളുടെയൊക്കെ രാജ്ഞിയായി അവരോധിക്കപ്പെട്ടു. അത് വളരെ ഉചിതമാണ്. കാരണം മാതാവ് യേശുവിൻ്റെ ദൈവപുത്രൻ്റെ അമ്മയാണ്. യേശുവിൻ്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ നമ്മൾ പരോക്ഷമായി പ്രഖ്യാപിക്കുന്നത് മാതാവ് ലോക റാണിയാണ് എന്നാണ്. കാരണം അവൾ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ, യേശുവിൻ്റെ അമ്മയാണ്. ഒമ്പതാം പിയൂസ് മാർപ്പാപ്പ മാതാവിനെ പറ്റി ഇപ്രകാരം പറയുകയുണ്ടായി. മാതാവ് ദൈവത്തിൻ്റെ അമ്മയാണ്, യേശുവിൻ്റെ അമ്മയാണ്, ക്രിസ്തുവിൻ്റെ അമ്മയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രീതി അവൾക്ക് ലഭിച്ചതും നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതെല്ലാം അവൾ വഴി നമുക്ക് ലഭിക്കുമെന്നും. 12-ാം പിയൂസ് മാർപ്പാപ്പ ഈ തിരുനാളിൻ്റെ ദിവസം ലോകത്തെ മുഴുവനും മാതാവിനെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടണമെന്നും ആ പ്രതിഷ്ഠ എല്ലാ വർഷവും ഈ തിരുനാൾ ദിനം നമ്മൾ പുതുക്കണമെന്നും നിർദ്ദേശിച്ചു. ആധുനിക ലോകത്തിൽ രാജാക്കന്മാർക്കും രാജ്ഞിമാർക്കും ഒന്നും വലിയ പ്രസക്തിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് തിരുസഭ ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാളും മാതാവിൻ്റെ മറിയത്തിൻ്റെ രാജ്ഞിത്വ തിരുനാളും ആഘോഷിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, മാതാവിൻ്റെ മാതൃക, യേശുവിനെ അനുഗമിച്ചുള്ള അവളുടെ യാത്ര, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സുകളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. ഈ ലോകത്തിൽ മാതാവിൻ്റെ ജീവിതത്തിൽ അവൾ രാജ്ഞിയായി ജീവിച്ചതായിട്ട് നമുക്ക് സുവിശേഷങ്ങളിൽ വായിക്കാൻ സാധിക്കുകയില്ല. വളരെ ദരിദ്രയായ ഒരു കുടുംബത്തിൽ ആരും അറിയാതെ ജീവിച്ചവളാണ്. വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും
ഗബ്രിയേൽ ദൂതൻ അവളെ സന്ദർശിച്ചതും മകളെ വാർത്ത അറിയിച്ചതുമല്ല. ലോകരാജാവായ ക്രിസ്തുവിന് ജനനം നൽകുവാൻ അവർക്ക് പുൽക്കൂട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ സിംഹാസനം വൈക്കോൽവായിരുന്നു. യേശുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ കാണുന്നതും സഹനത്തിൻ്റെയും തിരസ്കരണത്തിൻ്റെയും ദിവസങ്ങളായിരുന്നു. താൻ സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവനെതിരായി ഗൂഢാലോചനകൾ നടത്തി. അപ്പോഴെല്ലാം മാതാവ് അവനെ അനുധാവനം ചെയ്തു. അവസാനം തൻ്റെ മകൻ തൻ്റെ സിംഹാസനമായ കുരിശിൽ കിടന്ന് മരിക്കുമ്പോൾ കുരിശിൻ ചുവട്ടിൽ ഈ അമ്മയും വ്യാകുലം നിറഞ്ഞ അമ്മയും ഉണ്ടായിരുന്നു. പിന്നെങ്ങനെയാണ് മാതാവ് രാജ്ഞിയാവുന്നത് എന്ന് നമ്മൾ ചോദിച്ചാൽ കുറേ ഉത്തരമാണ്. അതായത് യേശുനാഥൻ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ അമ്മയാണ് മാതാവ്. ക്രിസ്തു രാജാവാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ അമ്മ രാജ്ഞിയാകുന്നത് അഭിലഷണീയമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ മാതാവിൻ്റെ ജീവിത പാതയിൽ കൂടെ നടക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മളുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും സാമ്പത്തികമായിട്ടുള്ള പരാജയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളും യേശുവിനോട് ചേർന്ന് നിന്ന് സഹിക്കുവാനും ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം ജീവിക്കുവാനുമുള്ള ആഹ്വാനം നമുക്ക് സ്വീകരിക്കാം. മാതാവിൻ്റെ വാക്കുകൾ അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാനുള്ള ഇച്ഛാശക്തി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി യേശുനാഥനോടും മാതാവിനോടും മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭകളിൽ നിർമ്മിക്കുവാനും അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്മരണ ആഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ അർപ്പിക്കുന്നു.
കുരിശിൽ നിർമ്മലയാഗമായി തന്നെ അങ്ങേക്ക് അർപ്പിച്ച അവിടുത്തെ മനുഷ്യപ്രകൃതി ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നും ഈ വാഴുകയും ചെയ്ത അങ്ങേ പുത്രനും കർത്താവുമായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന് നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണെന്ന്. നിത്യകന്യയായ പരിശുദ്ധ മറിയത്തിൻ്റെ രാജ്യത്വം തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രതിവിൽപ്പനത്താൽ അങ്ങേ ജാതനായ ഏകപുത്രനെ അവൾ ഗർഭം ധരിക്കുകയും കന്യാത്വത്തിൻ്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശുക്രിസ്തുവുമാകുന്ന നിത്യപ്രകാശം ലോകത്തിന് നൽകുകയും ചെയ്തു. അവിടുന്ന് വഴി ദിവ്യദൂതന്മാർ അങ്ങയെ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭക്തിപൂർവം നിലകൊള്ളുന്നു. സ്വർഗാതിസ്വർഗങ്ങളിലെ സാക്ഷികന്മാരും ധന്യരായ ഭക്തി ജ്വാലകന്മാരും ആഹ്ലാദഭരിതരായി വന്നു ചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊപ്പം ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആരംഭിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങേ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു.
ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനെ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ മക്കളിലേക്ക് വിളിച്ച അങ്ങയുടെ ദാസർ ഫ്രാൻസിസ് ഫെർണാണ്ടസ്, റോബർട്ട് ബർവ, പുത്തൻ വീട്ടിൽ സണ്ണൂർ റൊസേരിയോ, ജോണി ഗോംസ്, ബെർണാഡ് ഗ്ലാൻസി കൊറയ, MV റാഫേൽ മനയിൽ, എല്ലാ ആത്മാക്കൾ, യത്തൂർ സേവിയ പയ്യപ്പള്ളി, മേയർ ആഞ്ചല ഫെർണാണ്ടസ്, ഏഞ്ചൽ കോട്ടേജ്, ഹെൻറി ഫെർണാണ്ടസ്, സിജൽ ജോയ്, മംഗള ജോൺ, എലിസബത്ത് കുര്യൻ, ടിയോ കുര്യൻ, TK ജോസഫ്, TK ജോൺ, അവറാച്ചൻ ജോസഫ്, എല്ലാ ആത്മാക്കൾ, വിരോണി ജോർജ് എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശമായി അവിടത്തോടൊന്നായിത്തീർന്ന ഇവരെ അവിടുത്തെ ഉത്താനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും
ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങ് അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നതും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുമാരനെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുമാരനെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുമാരനെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നത്. ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്വർഗീയ കൂദാശ സ്വീകരിച്ച് ഞങ്ങൾ അങ്ങയോട് കേണപേക്ഷിക്കുന്നു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്മരണ ഭക്തിപൂർവം ആഘോഷിക്കുന്ന ഞങ്ങൾ നിത്യവിരുന്നിൽ പങ്കാളികളാകുവാൻ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു.